ഹലോ ഫ്രണ്ട്സ്, ചിത്ര ബിൽഡേഴ്സ് ആൻഡ് പ്രോപ്പർട്ടീസിൻ്റെ ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അണ്ടർടേക്കിംഗ് ബൈ ഓണറാണ്. അതായത് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ ഒന്നെങ്കിൽ മിസ്സാവുക, അല്ലെങ്കിൽ ആ വ്യക്തി ഗൾഫിൽ ജോലി നോക്കുകയും അപ്പോൾ ചില സ്ഥലങ്ങളിൽ വാട്സപ്പ് നിരോധിച്ചതിൻ്റെ ഫലമായിട്ട് അവർക്ക് OTP കിട്ടില്ല. അപ്പോൾ ഈ ഓണർ ആളുമായി ബന്ധപ്പെട്ട ഒരാൾ, റിലേറ്റീവോ ഫ്രണ്ട്സോ, നമ്മൾ അവരെ പേരിൽ സ്മാർട്ടിൻ്റെ പെർമിറ്റ് അപ്ലിക്കേഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരുവിധം ആളുകൾക്ക് അറിയുന്നുണ്ടാവും, അതിനൊരു പേപ്പർ നമ്മൾ ഇതിൽ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ചില ആളുകൾക്ക് ഇതിനെക്കുറിച്ച് വലിയ അവയർനെസ് ഉണ്ടാവില്ല. ഇത് എവിടെ നിന്ന് കിട്ടും, ഈ പേപ്പർ എവിടെ നിന്ന് കിട്ടും, അത് നമ്മൾ വേറെ എന്തെങ്കിലും രീതിയിൽ ആണോ ചെയ്യേണ്ടത്? അപ്പോൾ നമുക്കിവിടെ സ്മാർട്ട് തന്നെ പറയുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ സ്മാർട്ടിൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കിട്ടുക. അപ്പോൾ നേരെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇങ്ങനെ ബിൽഡിംഗ് പെർമിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബിൽഡിംഗ് പെർമിറ്റ്, ഇവിടെ ഇങ്ങനെ ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ടാവും, ഇൻറ്റിമേഷൻ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നുള്ളൂ. നമുക്ക് വേണ്ടത് ലൈസൻസി സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് ലൈസൻസി ലോഗിൻ, ലൈസൻസി രജിസ്ട്രേഷൻ, ലൈസൻസി ട്രെയിനിങ് വീഡിയോ ഉണ്ട്, ലൈസൻസി യൂസർ മാനുവൽ ഉണ്ട്, കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, ബിൽഡിംഗ് പെർമിറ്റ്, വാക്ക് ത്രൂ വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കിവിടെ വേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലൈസൻസി യൂസർ മാനുവലാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും സർവീസസ് ലൈസൻസി യൂസർ മാനുവൽ വന്നു കഴിഞ്ഞാൽ സ്മാർട്ട് ലെയർ മെട്രിക്സ്. ഇപ്പോൾ ചില ആളുകൾക്ക് ഇപ്പോഴും പുതിയ ലെയർ മെട്രിക്സ് ഒന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാവുന്നതാണ്. ഇത് 26/3/2025 വന്ന ലെയർ മെട്രിക്സ് ആണ്. ഇത് 26/3/2020 വന്നു കഴിഞ്ഞാൽ ജനറൽ ലെയർ EDCR ആണ്. ഇത് സിംഗിൾ ഫാമിലി റെസിഡൻഷ്യൽ ലൈവ് EDCR ആണ്, അതിൻ്റെ വേർഷനാണ്. സാമ്പിൾ ഡ്രോയിങ് ഉണ്ട്, നിങ്ങൾക്ക് അത് നോക്കി ചെക്ക് ചെയ്യാവുന്നതാണ്. ഫാമിലി റെസിഡൻഷ്യൽ ഉണ്ട്, അതുപോലെ സാമ്പിൾ ഡ്രോയിങ് കൊമേഴ്ഷ്യലിൻ്റെ ഡ്രോയിങ് ഇവിടെ കാണാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നേരെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ അണ്ടർടേക്കിംഗ് ബൈ ദ ഓണർ, ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പേപ്പർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ ഓണർ എത്ര ഓണേഴ്സിന് നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിവിടെ കൊടുക്കാം. അപ്പോൾ നെയിം, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ, അഡ്രസ്സ്, സിഗ്നേച്ചർ, അപ്പോൾ ഇതൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ സ്കാൻ ചെയ്തിട്ട് വേണം അറ്റാച്ച് ചെയ്യാൻ കേട്ടോ. 3 ഓണർ വരെ നമുക്കിതിൽ കൊടുക്കാവുന്നതാണ്. 3 അല്ല 4 ഓണർ വരെ കൊടുക്കാവുന്നതാണ് അല്ലേ. ഫസ്റ്റ് ഓണർ, സെക്കൻഡ് ഓണർ. ഡീറ്റെയിൽസ് ഓഫ് ദി പേഴ്സൺ ഓതറൈസ്ഡ് ടു ക്യാരി ഔട്ട് ദി വെരിഫിക്കേഷൻ പ്രൊസീജിയർ. അപ്പോൾ ഇതൊന്ന് വായിച്ച് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം. I here declare that the measurements, specifications and other details mentioned in this application are correct. അപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, മെഷർമെൻറ്റും ഡ്രോയിങ്ങുകളൊക്കെ കറക്റ്റാണ്, നമ്മുടെ അനുവാദത്തോടെയാണ് ഇതൊക്കെ ചെയ്യാൻ പോകുന്നത്. അടുത്ത് I അല്ലെങ്കിൽ we also hereby authorize the following person to complete the e-verification procedure related to the application on my behalf. ഓക്കെ, അപ്പോൾ ഇവിടെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഓണേഴ്സ് ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ സ്മാർട്ടുമായി ബന്ധപ്പെട്ട ഡ്രോയിങ്ങുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതോ എന്നെ വിളിച്ച് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വോയിസ് നോട്ട് ഇട്ടാലും മതി, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്താലും മതി. അതുപോലെ നമ്മുടെ സർവീസസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു കൺസൾട്ടിങ് ഫീസ് ഈടാക്കിയിട്ട് ചെയ്തു കൊടുക്കുന്നതാണ്. ഡ്രോയിങ്ങും അതുപോലെ സ്ക്രൂട്ടനി റിപ്പോർട്ടുകളും എറേഴ്സുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.